ആഗ്ലയുടെ ആഭരണങ്ങൾ ഡയോമീഡിസിന് വിറ്റതെങ്ങനെയെന്ന് യൂദാസ് കറിയോത്ത വിശദീകരിക്കുന്നു. 1945 ജനുവരി 19. ജെറീക്കോയിലെ കമ്പോളം. വൈകുന്നേരമായി. വേനൽക്കാലം. നല്ല ഉഷ്ണമുണ്ട്. സൂര്യൻ അസ്തമിക്കുകയാണ്. രാവിലെ ചന്ത കൂടിയതിൻ്റെ ലക്ഷണം അവിടെ കാണാം. പച്ചക്കറികളുടെ തണ്ടുകൾ, കുന്നുകൂടി കിടക്കുന്ന ചാണകം, കഴുതുകളുടെ വായുസഞ്ചികളിൽ നിന്നും വീണ വൈക്കോൽ തുരുമ്പുകൾ, തുണിക്കഷ്ണങ്ങൾ, എല്ലാത്തിനെയും പൊതിഞ്ഞ ഈച്ചകൾ. സൂര്യൻ്റെ ചൂടിൽ അഴുകിയതെല്ലാം ദുർഗന്ധം വമിക്കുന്നു. കമ്പോളത്തിൻ്റെ നടുഭാഗം ശൂന്യമാണ്. ആ വഴി ആരും നടക്കുന്നില്ല. ചില തെരുവ് പിള്ളേർ മരത്തിലിരിക്കുന്ന പക്ഷികളെ കല്ലെറിയുന്നുണ്ട്. കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ചില സ്ത്രീകൾ വരുന്നുണ്ട്. അത്രമാത്രം. ഒരു വശത്തുള്ള ചെറിയൊരു തെരുവിലൂടെ ഈശോ വരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി. ആരെയും കാണാത്തതുകൊണ്ട് ഒരു മരത്തേൽ ചാരി ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. തൻ്റെ ചുറ്റും കൂടിയ കൊച്ചുകുട്ടികളോട് പരസ്നേഹത്തെപ്പറ്റി സംസാരിക്കാൻ ഇതൊരവസരമായി ഈശോ കാണുന്നു. സ്നേഹം സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് എല്ലാ സൃഷ്ടികളിലേക്കും ഒഴുകുന്നു. ക്രൂരത കാട്ടരുത്. ആകാശത്തിൽ പറന്നു നടക്കുന്ന ഈ പക്ഷികളെ നിങ്ങൾ എന്തിനുപദ്രവിക്കുന്നു? ആ മരത്തിൽ പക്ഷികൾക്ക് കൂടുണ്ട്. കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അവർ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവ നമുക്ക് വേണ്ടി പാട്ടുപാടുന്നു. പരിസരം വൃത്തിയാക്കുന്നു. മനുഷ്യർ അറിയുന്ന ഉച്ഛിഷ്ടം പക്ഷികൾ തിന്നുന്നു. വിളകളെയും കനികളെയും നശിപ്പിക്കുന്ന കീടങ്ങളെ തിന്നൊടുക്കുന്നു. അങ്ങനെയുള്ള പക്ഷികളെ കല്ലെറിഞ്ഞ് ചെറുകുടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് എന്തിന്? ഒരു തള്ളപ്പക്ഷി ചത്താൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമായില്ലേ? ഒരു പക്ഷിക്കുഞ്ഞു ചത്താൽ അതിൻ്റെ തന്തയും തള്ളയും ദുഃഖിക്കുകയില്ലേ? ഒരു തെമ്മാടി വന്ന് നിങ്ങളുടെ വീട് നശിപ്പിക്കുകയോ നിങ്ങളുടെ അച്ഛനമ്മമാരെ കൊല്ലുകയോ നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയോ ചെയ്താൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ? തീർച്ചയായും ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പാവം പക്ഷികളോട് ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ്. തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ കൊച്ചു പക്ഷികളോട് ക്രൂരത കാട്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കിയാൽ വളർന്നു വരുമ്പോൾ മനുഷ്യരെയും നിങ്ങൾ ഉപദ്രവിക്കും. മോശയുടെ നിയമം എന്താണ് പറയുന്നത്? അയൽക്കാരനെ സ്നേഹിക്കണം. തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കണം. അയൽക്കാരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെയും സ്നേഹിക്കില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദേവാലയത്തിൽ പോകും? ദൈവത്തോട് പ്രാർത്ഥിക്കും? അയാളോട് ദൈവം പറയില്ലേ, പോകൂ, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, നീയാണോ എൻ്റെ മകൻ? അല്ല, നീ നിൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കുന്നില്ല. അവരെ സൃഷ്ടിച്ച പിതാവിനെ അവരിൽ നീ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു സഹോദരനോ മകനോ ആകുന്നില്ല. നീ ഒരു ജാരസന്തതിയാണ്. നീ ദൈവത്തിന് വകയിലൊരു മകൻ മാത്രമാണ്. മനുഷ്യർക്ക് വകയിലൊരു സഹോദരനും. നിത്യനായ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നോക്കൂ. തണുപ്പുള്ള മാസങ്ങളിൽ കൊച്ചു പറവകൾ ധാരാളം വൈക്കോലുള്ള കളപ്പുരകളിലെത്താൻ കർത്താവ് ഇടയാക്കുന്നു. ചൂടുള്ള മാസങ്ങളിൽ മരങ്ങളിലെ പച്ചില ചാർത്തുകൊണ്ട് ദൈവം അവയെ സൂര്യൻ്റെ ചൂടിൽ നിന്നും രക്ഷിക്കുന്നു. മഞ്ഞുകാലത്ത് മണ്ണിൽ വിതച്ചിരിക്കുന്ന വിത്തൽപ്പം മണ്ണുകൊണ്ടേ മൂടിയിട്ടുള്ളൂ. പക്ഷികൾക്ക് അത് കൊത്തിപ്പെറുക്കി കഴിക്കാം. വേനൽക്കാലത്ത് ദാഹം തീർക്കാൻ കനികളിലെ രസമുണ്ട്. വൈക്കോൽ കഷ്ണങ്ങൾ കൊണ്ട് പക്ഷികൾ കൂടുണ്ടാക്കുന്നു. നല്ല ഈടുറ്റ കൂടുകൾ. തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഉതകുന്ന കൂടുകൾ. ദൈവമാകുന്നു എല്ലാത്തിൻ്റെയും അധീശൻ. പക്ഷികളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് മനുഷ്യരായ നിങ്ങളെയും സൃഷ്ടിച്ചത്. അങ്ങനെ നിങ്ങൾ പക്ഷികളുടെ സഹോദരന്മാരാണ്. ഈ കുഞ്ഞു പക്ഷികളോട് ക്രൂരത കാട്ടി നിങ്ങളുടെ കർത്താവിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എന്തിന്? എല്ലാവരോടും കരുണ കാണിക്കൂ. ആരിൽ നിന്നും അവകാശപ്പെട്ടത് തട്ടിയെടുക്കരുത്. മനുഷ്യരോടും മൃഗങ്ങളോടും നിങ്ങളുടെ ജോലിക്കാരോടും സ്നേഹിതരോടും ദൈവത്തോടും ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അവരവർക്ക് അർഹതപ്പെട്ടത് ഓരോരുത്തർക്കും നൽകുക. ഗുരു യൂദാസ് വരുന്നുണ്ട്, സൈമൺ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ കരുണയുള്ളവരാണെങ്കിൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. ഈ പക്ഷികൾക്ക് കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. തന്നെ ചുറ്റിക്കൂടി നിന്നിരുന്ന കുട്ടികളുടെയും പ്രായമായവരുടെ ഇടയിൽ കൂടി ഈശോ വേറൊരു ഇടവഴിയെ വരുന്ന യൂദാസിൻ്റെയും ജോണിൻ്റെയും അടുത്തേക്ക് പോയി. യൂദാസ് അതീവ സന്തുഷ്ടനാണ്. ജോൺ ഈശോയെ കണ്ടു പുഞ്ചിരിക്കുന്നു. പക്ഷേ മുഖത്ത് വലിയ സന്തോഷമില്ല. ഗുരു, വരൂ, എൻ്റെ കൂടെ വരൂ. ഇവിടെ നിന്ന് സംസാരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വേണ്ടത് ചെയ്തു എന്നാണ് തോന്നുന്നത്. യൂദാസേ, എങ്ങോട്ടാണ് പോകുന്നത്? സത്രത്തിലേക്ക്. ഞാൻ 4 മുറി എടുത്തിട്ടുണ്ട്. ആഘോഷമൊന്നുമില്ല. ഈ വെയിലത്ത് നടന്നതിൻ്റെ ക്ഷീണം മാറാൻ ഒരു കട്ടിലിൽ കിടന്ന് അല്പം വിശ്രമിക്കണം. അതുപോലെ മനുഷ്യർ കഴിക്കുന്നത് പോലെ ഒരു നേരം ആഹാരം കഴിക്കണം.
മരത്തിൻ്റെ കൊമ്പത്തിരുന്ന പക്ഷികൾ കൊത്തിക്കൊറിക്കുന്നത് പോലെയല്ല, അവിടെ ഇരുന്ന് സ്വൈര്യമായി സംസാരിക്കുകയും ചെയ്യാം. ഞാൻ നല്ല വിലയ്ക്ക് തന്നെ ആഭരണങ്ങൾ വിറ്റു ജോൺ, അത് ശരിയല്ലേ? ജോൺ തലയാട്ടി, പക്ഷേ വലിയ ഉത്സാഹമൊന്നും കാണിക്കുന്നില്ല. സത്രത്തിൽ സുഖമായി താമസിക്കാൻ ഈശോയ്ക്ക് വലിയ താല്പര്യമില്ലെന്നും ലാഭക്കച്ചവടത്തിൽ ജോൺ അത്ര സന്തുഷ്ടനല്ലെന്നും യൂദാസ് മനസ്സിലാക്കുന്നില്ല. താൻ നല്ല ഒരു കച്ചവടം നടത്തി എന്ന സന്തോഷത്തിൽ അയാൾ മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല വിലക്കാണ് ആഭരണങ്ങൾ വിറ്റത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ തുക എടുത്ത് താമസത്തിനും ആഹാരത്തിനും ചിലവാക്കാമെന്ന് കരുതി. വെറും 100 നാണയങ്ങൾ. ഇടയ്ക്കിടെ വല്ലതും ഭക്ഷിച്ചിട്ട് കൂടി നമ്മൾ തളർന്നുപോയി. ഒന്നും ഭക്ഷിക്കാത്ത ഈശോ എന്തുമാത്രം ക്ഷീണിച്ചിരിക്കണം. ഗുരുവിന് അസുഖമൊന്നും വരാതെ നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങനെയും. ഈ സ്നേഹബന്ധം സൃഷ്ടിക്കുന്ന ബാധ്യതയാണ് അത്. ഇടയന്മാരെ, നിങ്ങൾക്കും നിങ്ങളുടെ ആടുകൾക്കും തങ്ങാനുള്ള ഇടവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഈശോ ഒരു വാക്കുപോലും പറയുന്നില്ല. മറ്റുള്ളവരോടൊപ്പം ഈശോയും യൂദാസിൻ്റെ പിന്നാലെ പോയി. അവർ ഒരു ചെറിയ തെരുവിലെത്തി. യൂദാസ് പറഞ്ഞു, ജനലുകളൊന്നുമില്ലാത്ത വീട് കണ്ടോ? തെരുവിലേക്ക് തുറക്കുന്ന ചെറിയൊരു കതക് മാത്രം. അതാണ് ഡയോമീഡിസിൻ്റെ സ്വർണ്ണക്കട. കണ്ടാൽ പാവപ്പെട്ടവൻ്റെ വീടാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഈ ജെറീക്കോ മുഴുവൻ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടത്ര സ്വർണം അവിടെയുണ്ട്. യൂദാസ് പരിഹാസോദകമായി ചിരിച്ചുകൊണ്ട് തുടർന്നു. ഇസ്രയേലിലെ വമ്പന്മാരായ പലരുടെയും ആഭരണങ്ങൾ ആ വീട്ടിൽ കാണും. ഈ സ്വർണ്ണക്കടക്കാരനെ അറിയില്ല എന്നാണ് അവരുടെ ഭാവം. പക്ഷേ അവർക്കെല്ലാം ഡയാമിഡിസിനെ പോലെ നല്ല പോലെ അറിയാം. ഹേറോദ്യന്മാർ തൊട്ട് താഴോട്ട് എല്ലാവർക്കും അറിയാം ആ വീടിൻ്റെ ചുവരിൽ രഹസ്യങ്ങൾ, മഹാരഹസ്യങ്ങൾ എന്ന് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ആ ചുവരുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എൻ്റെ വിലപേശൽ കണ്ട് ജോൺ നീ വിഷമിക്കുമായിരുന്നില്ല. അത്ഭുതം കൊണ്ടും മനസാക്ഷി കുത്തുകൊണ്ടും നീ ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഗുരു, ഇങ്ങനെയുള്ള ജോലികൾക്ക് ഇനി എൻ്റെ കൂടെ ജോണിനെ വിടരുത്. അവൻ ആകപ്പാടെ കുഴപ്പമുണ്ടാക്കിയേനെ. സൂചന അവന് മനസ്സിലാകില്ല. ഒന്നും നിഷേധിക്കാൻ അറിഞ്ഞുകൂടാ. ഡയാമിഡിസിനെ പോലുള്ള കൗശല്യക്കാരുമായി ഇടപെടുമ്പോൾ പച്ചക്ക് സംസാരിക്കാൻ കഴിയണം. പെട്ടെന്ന് മറുപടി പറയണം. നീ പറഞ്ഞ ചില കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എന്തു പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഗുരു, എന്നെ ഇനി ഇത്തരം കാര്യങ്ങൾക്ക് അയക്കരുതേ. ആളുകളോട് സ്നേഹമായും ദയാപൂർവവും പെരുമാറാൻ മാത്രമേ എനിക്കറിയാവൂ. ജോൺ വിമിഷ്ടപ്പെട്ടു പറഞ്ഞു. ഇങ്ങനെയുള്ള ഇടപാടുകൾ ഇനിയും ഉണ്ടാവുന്ന കാര്യം വളരെ സംശയമാണ്. ഈശോ സഗൗരവം മറുപടി പറഞ്ഞു. അതാ ആ കാണുന്നതാണ് സത്രം. ഗുരു വരൂ, അവിടെ വെച്ച് ഞാൻ എല്ലാം പറയാം. ഞാനാണല്ലോ എല്ലാം ഏർപ്പാട് ചെയ്തത്. അവർ സത്രത്തിൽ പ്രവേശിച്ചു. യൂദാസ് ഉടമയോട് സംസാരിച്ചു. ആടുകളെ ഒരു തൊഴുത്തിൽ കൊണ്ടുചെന്നാക്കാൻ ഏർപ്പാട് ചെയ്തത് ഉടമ തന്നെ. അതിഥികളെ ഒരു ചെറിയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കിടക്കാൻ 2 പായും കുറേ കസേരകളും ഒരു മേശയുമുണ്ട്. അതിഥികളെ അവിടെ വിട്ടിട്ട് ഹോട്ടൽ ഉടമ മടങ്ങിപ്പോയി. ഗുരു, ഇടിയന്മാർ മടങ്ങിയെത്തും മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് ഉടനെ പറയാം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നേരാണോ എന്ന് ജോണിനോട് ചോദിച്ചാൽ മതി. എനിക്ക് നിന്നെ വിശ്വാസമാണ്. സത്യസന്ധതയുള്ളവർക്ക് സാക്ഷികളുടെ ആവശ്യമില്ല. അവർ വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യേണ്ട. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഞങ്ങൾ ജെറീക്കോയിലെത്തിയപ്പോൾ ഉച്ചയായി. ചുമടുകൊണ്ടു പോകുന്ന മൃഗങ്ങളെപ്പോലെ ഞങ്ങൾ വിയർക്കുകയായിരുന്നു. നേരെ ഡയാമിഡിസിൻ്റെ അടുത്ത് പോയി പണത്തിന് വളരെ അത്യാവശ്യക്കാരാണ് ഞങ്ങളെന്ന് അയാൾക്ക് തോന്നാൻ ഇടയാക്കേണ്ട എന്ന് കരുതി. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ സത്രത്തിൽ വന്ന് കുളിച്ച് ഉടുപ്പ് മാറി. ജോണിനെയും കൊണ്ടും അത് തന്നെ ചെയ്യിച്ചു. തലമുടി ചീകി ഒതുക്കാനും അതിൽ സുഗന്ധതൈലം പൂശാനും ജോണിന് തീരെ മനസ്സില്ലായിരുന്നു. പക്ഷേ ഞാൻ വന്ന വഴിക്കൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. വൈകുന്നേരമായപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. അപ്പോൾ ഞങ്ങളെ കണ്ട 2 മുതലാളിമാരാണ് എന്നേ തോന്നുന്നു. സുഖിക്കാൻ വേണ്ടി നഗരത്തിൽ വന്നവർ. ഡയാമിഡിസിൻ്റെ വീട്ടിലെത്താറായപ്പോൾ ഞാൻ ജോണിനോട് പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞാലും നീ അത് ശരിയാണെന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയുന്നതൊന്നും നിഷേധിക്കരുത്. എന്തെങ്കിലും സൂചന തന്നാൽ അതുടൻ മനസ്സിലാക്കണം. ജോണിനെ അകത്തു കൊണ്ടുപോയത് അബദ്ധമായി. പുറത്തു വിട്ടേക്കുകയായിരുന്നു നല്ലത്. അവനെ കൊണ്ടൊരു ഉപകാരവും ഉണ്ടായില്ല. നേരെ മറിച്ച് അവനൊരു ശല്യമായിരുന്നു. ഭാഗ്യത്തിന് 2 പേരുടെ സാമർഥ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കാര്യം സാധിച്ചു. അയാളുടെ വീട്ടിൽ നിന്നും ഒരു തിരുവ പിരിക്കുന്നവൻ ഇറങ്ങി വരുന്നത് കണ്ടു. ഇവിടെ പണമുണ്ടായിരിക്കും. പരസ്പരം തട്ടിച്ചു നോക്കാൻ ആവശ്യമായ സാധനങ്ങളും കാണുമെന്ന് ഞാൻ ഉറച്ചു. തിരുവ പിരിക്കുന്നവർ പിടിച്ചുപറിക്കാരാണ്, കള്ളന്മാരാണ്. ഭീഷണിപ്പെടുത്തിയും അന്യായമായും കരം പിരിച്ചെടുക്കുന്നതിനിടയിലും അവർ പാവങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും പ്രത്യേകിച്ച് മാലയും തട്ടിപ്പറിക്കും.
അത് വിറ്റ് പണം കൊണ്ട് ആർഭാടമായി ജീവിക്കും, വേശ്യകൾക്കും കൊടുക്കും. തിരുവക്കാരൻ ഡയാമീഡിസിൻ്റെ ചങ്ങാതിയാണ്. സ്വർണ്ണാഭരണം വാങ്ങാനും വിൽക്കാനും പറ്റിയ ആൾ. സ്ത്രീവാണിഭവും ഡയാമീഡിസ് നടത്തുന്നുണ്ട്. ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തിപ്പോയി. വാതിൽക്കലുള്ള മുറിയിലിരിക്കുന്നതും അകത്തേക്ക് പോകുന്നതും രണ്ടും രണ്ടാണ്. മുൻവശത്ത് നിയമാനുസൃതമുള്ള കച്ചവടമേ നടക്കുന്നുള്ളൂ. അയാളുടെ ശരിയായ ബിസിനസ് റോഡ് നിരപ്പിനു താഴെയുള്ള മുറിയിൽ വെച്ചാണ്. അയാൾക്ക് നല്ല പരിചയമുള്ളവരെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകൂ. എന്നെ കണ്ടയുടൻ അയാൾ ചോദിച്ചു, ഇനിയും സ്വർണം വിൽക്കാനുണ്ടോ? ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, കയ്യിൽ പണം കുറവാണ്. അയാൾ സാധാരണ പറയാറുള്ള പ്രാരാബ്ദം പറിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ സ്വർണം വിൽക്കാനല്ല, വാങ്ങാനാണ് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് സമ്മാനിക്കാൻ പറ്റിയ ആഭരണം വല്ലതും കയ്യിലുണ്ടോ? മനോഹരമായിരിക്കണം, വിലയുള്ളതും തനി തങ്കത്തിലുള്ളതുമായിരിക്കണം. നല്ല തുക വേണം. ഇത് കേട്ട് ഡയാമീഡിസ് അത്ഭുതപ്പെട്ടു. അയാൾ ചോദിച്ചു, ഒരു പെണ്ണിനെ വേണോ? അക്കാര്യം പോകട്ടെ, ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഈ കൂട്ടുകാരന് വേണ്ടിയാണ്. അയാൾ കല്യാണം കഴിക്കാൻ പോകുകയാണ്, വധുവിന് വേണ്ടിയാണ് ഇത് വാങ്ങുന്നത്. ഈ ഘട്ടത്തിൽ വിവരമില്ലാത്ത ഒരു ശിശുവിനെ പോലെ ജോൺ പെരുമാറാൻ തുടങ്ങി. ഡയാമീഡിസ് ജോണിനെ സൂക്ഷിച്ചു നോക്കി. ജോണിൻ്റെ മുഖം ചുവക്കുന്നത് കണ്ടപ്പോൾ ആ വഷളം പറഞ്ഞു, വധുവിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും പയ്യൻ രാഗവിവശനായി കഴിഞ്ഞു. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വലിയ സുന്ദരിയാണോ? ഞാൻ ജോണിൻ്റെ കാലിനിട്ടെടുത്തോണ്ട് കൊടുത്തു. അബദ്ധം കാണിക്കരുത് എന്ന് ഓർമ്മിക്കാൻ. ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നവനെ പോലെ തൊണ്ടയിടറി ജോൺ പറഞ്ഞു, അതെ. അപ്പോൾ ഡയാമീഡിസിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, വധു സുന്ദരിയാകട്ടെ അല്ലാതിരിക്കട്ടെ, ഇത് നിങ്ങളറിയേണ്ട കാര്യമില്ല. നിങ്ങളെ നരകത്തിലേക്ക് അയക്കുന്ന സ്ത്രീകളിൽ ഒരാളായിരിക്കില്ല അവൾ. സുചരിതയായ ഒരു കന്യക, താമസിയാതെ ഒരു വധുവാകും. സ്വർണം കാണട്ടെ, ഞാനാണ് ഈ കല്യാണത്തിന് വരൻ്റെ തോഴനായി പോകുന്നത്. ഈ ചെറുപ്പക്കാരനെ സഹായിക്കുക എൻ്റെ കടമയാണ്. ഞാൻ യൂദയാക്കാരനാണ്. ഇയാളൊരു ഗലീലിയനല്ലേ? ജോണിൻ്റെ മുടി കണ്ടാൽ ഗലീലിയക്കാരനാണ് എന്ന് തോന്നും. ഇയാൾ പണക്കാരനാണോ? വലിയ ധനവാൻ? ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് പോയി. ഡയാമീഡിസ് പെട്ടികളും അലമാരകളും തുറന്നു. അത്രയും സ്വർണവും ആഭരണങ്ങളും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണോ എന്ന് സംശയം തോന്നി. ഇല്ലേ? മാലകൾ, തലയിലണിയുന്ന ആഭരണങ്ങൾ, കമ്മൽ, വള, വിലയേറിയ രത്നങ്ങൾ, മുടിയിൽ കുത്തുന്ന പിന്ന്, മോതിരം, മുടി ഒതുക്കി വയ്ക്കുന്നതിനുള്ള വല, ചെരുപ്പിൻ്റെ ബക്കിൾ, എല്ലാം സ്വർണം. അതിമനോഹരം. ആഗ്ലയുടേതുപോലുള്ള ഒരു മാലയും എൻ്റെ സഞ്ചിയിലുണ്ടായിരുന്നത് പോലുള്ള മോതിരങ്ങളും വളകളും ഞാൻ പെറുക്കിയെടുത്തു. അത്ഭുതത്തോടു കൂടി ഡയാമീഡിസ് ചോദിച്ചു, ഇനിയും വേണോ? ഈ മനുഷ്യൻ ആരാണ് ഇയാളുടെ വധു? രാജകുമാരിയോ മറ്റോ ആണോ? എനിക്ക് വേണ്ടതെല്ലാം എടുത്തു മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ വില എന്താണ്? കള്ളന്മാരെപ്പറ്റിയും നികുതികളെപ്പറ്റിയും സ്വർണ്ണക്കട നടത്തുന്നവരുടെ അപകടങ്ങളെപ്പറ്റിയും എല്ലാം പറഞ്ഞിട്ട് തൻ്റെ സത്യസന്ധതയെപ്പറ്റിയും ദീർഘമായി അയാൾ സംസാരിച്ചു. നിയമങ്ങളായതുകൊണ്ട് ഞാനുള്ള സത്യം തുറന്നു പറയാം, ഒട്ടും കൂട്ടിയിട്ടില്ല. ഇതിന് 12 വെള്ളിത്താലന്ത് വേണം, ഒരു കാശ് കുറച്ച് തരില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ കള്ളനാണ്, നമുക്ക് പോകാം. ജെറുസലത്ത് എവിടെയെങ്കിലും പോയി വാങ്ങാം, അവിടെ ഇത്രക്ക് കൊള്ളയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകാനൊരുങ്ങി. അയാൾ എൻ്റെ പിറകെ ഓടി വന്ന് പറഞ്ഞു, സ്നേഹിത, പ്രിയപ്പെട്ട സ്നേഹിത, ഈ ദാസൻ പറയുന്നത് കേൾക്കണം. വില കുറക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇനിയും വില കുറച്ചാൽ എൻ്റെ കച്ചവടം പൊളിയും. എങ്കിലും ഇവിടെ നിന്ന് പലപ്പോഴും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ്. എന്നെ ഒരു സ്നേഹിതനായി കരുതി ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 താലന്ത് തന്നാൽ മതി. ദാരിദ്ര്യം കൊണ്ട് ആഭരണം വിൽക്കാൻ ഒരാളെത്തിയാൽ ഞാൻ ഈ വില കൊടുക്കും. ഒരു കാശ് കുറയ്ക്കില്ല. എൻ്റെ ദേഹത്ത് നിന്ന് ചോര ചോർത്തി കളയുന്നത് പോലെയായിരിക്കും അത്. അയാൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അയാളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അതുപോലെ തന്നെ മനം തികട്ടുന്നത് പോലെ തോന്നി. വിലയുടെ കാര്യത്തിൽ അയാൾക്ക് കുലുക്കമൊന്നുമില്ല എന്നുറപ്പായപ്പോൾ ഞാനൊരടവെടുത്തു. എടോ കള്ള റാസ്കൽ, ഞാൻ ആഭരണം വാങ്ങാനല്ല, വിൽക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഇതാണ്. നിങ്ങൾ കാണിച്ച ആഭരണങ്ങളെ പോലെ തന്നെ മനോഹരം. റോമിൽ നിന്നും ഈയിടെ കൊണ്ടുവന്ന ആഭരണങ്ങൾ, ഏറ്റവും പുതിയ ഫാഷൻ. 11 താലന്ത് തന്നാൽ നിങ്ങൾക്കിതെടുക്കാം. ചൂടപ്പം പോലെ ഇത് വിറ്റഴിയും. നിങ്ങൾ ചോദിച്ച വില 11 താലന്താണല്ലോ. നിങ്ങൾ നിശ്ചയിച്ച വില അതിങ്ങ് തരും. അയാളുടെ കരച്ചിൽ കേൾക്കേണ്ടതായിരുന്നു. ഇത് ചതിയാണ്, വൻചതി. നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ കച്ചവടം നടത്തിയാൽ ഞാൻ മുടിഞ്ഞു പോകും. എനിക്കിത്രയും തുക തരാൻ പറ്റില്ല. എന്നാൽ ഞാനിത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റുകൊള്ളാം. അയ്യോ, അയാൾ വേണ്ട എന്ന് പറഞ്ഞു.
ആംഗ്ലിയുടെ സ്വർണ്ണാഭരണങ്ങൾ അയാൾ വാരിയെടുത്തു. എന്നാൽ അതിൻ്റെ വില ഇങ്ങ് തന്നേക്കൂ. 12 താലന്ത് ചോദിക്കേണ്ടതാണ്. എങ്കിലും അവസാനം പറഞ്ഞ 11 താലന്ത് തന്നാൽ മതി. പറ്റില്ല. എടോ പിടിച്ചു പറിക്കാരാ, ഇവിടെ ഒരു സാക്ഷിയുണ്ട്. നിങ്ങളൊരു കള്ളനാണ് എന്ന് പരാതിപ്പെടാൻ കഴിയും. അയാളുടെ വേറെ ചില ഗുണങ്ങൾ കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അത് ആവർത്തിക്കുന്നില്ല ഈ പയ്യനെ ഓർത്ത്. സാധനം വിറ്റ് ഇടപാട് വേഗം തീർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അയാളുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു വാക്ക് കൊടുത്തു. അത് പാലിക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. ഒരു കള്ളനോട് ചെയ്ത വാഗ്ദാനത്തിന് എന്തു വിലയാണുള്ളത്? അവസാനം 10.5 താലന്തിന് കച്ചവടം ഉറപ്പിച്ചു. അയാളുടെ കരച്ചിലിനിടക്ക് സൗഹൃദവും മറ്റു സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനിടക്ക് ഞങ്ങൾ പോന്നു. ജോൺ ഏതാണ്ട് കരയുന്ന മട്ടിലായി. ഞാൻ മഹാ തെമ്മാടിയാണ് എന്ന് ആളുകൾ വിചാരിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ആകാതിരുന്നാൽ മതി. ലോകം ഇങ്ങനെയാണ്. നിന്നെപ്പോലുള്ളവർ ഇവിടെ പരാജയപ്പെടുകയേ ഉള്ളൂ. നീ ഒരു സ്ത്രീയെയും തൊട്ടിട്ടില്ല. പക്ഷേ ഇതാര് വിശ്വസിക്കും? പെണ്ണുങ്ങളെ വേണ്ടാത്തവരെ പറ്റി ആളുകൾക്ക് സങ്കല്പം എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടാ. ആരും എന്നെപ്പറ്റി അത് പറയരുതെന്നാണ് എൻ്റെ മോഹം. ഗുരു, ഇതാ അങ്ങ് തന്നെ എണ്ണി നോക്കണം. എൻ്റെ കയ്യിൽ നാണയത്തിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു. ഞാനത് തിരുവ പിരിക്കുന്നവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ചവറെടുത്തോളൂ. ഐസക് തന്ന ആ താലന്തുകൾ ഇങ്ങ് തരൂ. കച്ചവടം ഉറപ്പിച്ചപ്പോൾ അവസാനം കിട്ടിയ വിവരം അതായിരുന്നു. ഐസക് ഡയാമിഡിസിനോട് ഞാൻ അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്: ദേവാലയത്തിലെ യൂദാസ് ഇപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഒരു റബ്ബിയുടെ ശിഷ്യനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് പോലുമില്ല എന്ന് നടിച്ചുകൊള്ളണം. അവൻ്റെ തലതിരിഞ്ഞ വർത്തമാനം കേട്ട് എനിക്ക് കലി കൊണ്ടു. ഞാനവനെ കഴുത്തു ഞെരിച്ച് കൊല്ലേണ്ടതായിരുന്നു. അവൻ എന്താണ് പറഞ്ഞത്? സൈമൺ വലിയ ഉത്സാഹം കാട്ടാതെ ചോദിച്ചു. അവൻ പറഞ്ഞു, നീ ഒരു റബ്ബിയുടെ ശിഷ്യനാവുകയോ? അതെങ്ങനെ വിശ്വസിക്കും? അഥവാ നീ ശിഷ്യനായാൽ നിന്റെ റബ്ബി നാളെ ഇവിടെ എത്തും. ഒരു പെണ്ണ് വേണമെന്നും പറഞ്ഞ് അയാൾ പറഞ്ഞു. ഡയാമിഡിസ് ഈ ലോകത്തിലെ അശ്രീകരമായ കാഴ്ചകളിൽ ഒന്നാണ്. എനിക്ക് വയസ്സായി, നീ ചെറുപ്പമാണ്. എൻ്റെ വയസ്സുകാലത്ത് ആണ് ഞാൻ ഇങ്ങനെയായത്. അതുകൊണ്ട് ഞാൻ ഇനിയും നല്ലവനായേക്കാം. നീ ഒരിക്കലും നന്നാവില്ല. നീ പിറന്നതേ കൊളരുതാത്തവനായിട്ടാണ്. വൃത്തികെട്ട വയസ്സൻ. അവൻ അങ്ങയുടെ ശക്തി നിഷേധിക്കുന്നു. അയാൾ ഒരു നല്ല ഗ്രീക്കുകാരനായതുകൊണ്ട് സത്യം പറഞ്ഞു. നീ എന്താണ് അർത്ഥമാക്കുന്നത് സൈമൺ? നീ എന്നെപ്പറ്റിയാണോ പറയുന്നത്? അല്ല, ഞാൻ എല്ലാവരെ പറ്റിയുമാണ് പറയുന്നത്. സ്വർണം കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളാണ് ആ മനുഷ്യൻ. അതുപോലെ തന്നെ മനുഷ്യഹൃദയങ്ങളും കണ്ടാൽ അറിയാം. അയാൾ കള്ളനാണ്. ഏറ്റവും ദുഷ്ടമായ തൊഴിലാണ് അയാൾ ചെയ്യുന്നത്. എങ്കിലും മഹാന്മാരായ ഗ്രീക്കുകാരുടെ ജീവിത വീക്ഷണം അയാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മനുഷ്യ സ്വഭാവം അയാൾക്ക് നല്ലപോലെ അറിയാം. 7 വായുള്ള മൃഗം, അതാണ് മനുഷ്യൻ. നന്മയെയും സത്യസന്ധതയെയും സ്നേഹത്തെയും മറ്റു പലതിനെയും ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന നീരാളി. തന്നിലെയും മറ്റുള്ളവരിലെയും ഈ ജന്തുവിനെ അയാൾ കാണുന്നു. നീ അയാളെ പഠിപ്പിക്കുമോ? തീർച്ചയായും. പാപികളാണ് ദൈവത്തെ അറിയേണ്ടത്. അത് ശരിയാണ്. പഠിപ്പിക്കുന്നവൻ ദൈവത്തെ അറിയുന്നവനാണെങ്കിലല്ലേ പാപികൾക്ക് ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. എനിക്ക് ദൈവത്തെ അറിയില്ല എന്നാണോ നീ പറയുന്നത്? ചങ്ങാതിമാരെ, മിണ്ടാതിരിക്കും. അതാ ഇടിയന്മാർ വരുന്നു. നമ്മുടെ കലഹം കണ്ട് അവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കട്ടെ. നീ പണം എണ്ണി നോക്കിയതല്ലേ, അത് മതി. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കൂ. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഭാവിയിൽ നുണ പറയരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോലും നുണ പറയരുത്. ഇടയന്മാർ കയറി വരുന്നു. ചങ്ങാതിമാരെ, ഇതാ 10.5 താലന്തുണ്ട്. 100 നാണയങ്ങളുടെ കുറവ് കാണും. ഹോട്ടൽ ചിലവുകൾക്കായി യൂദാസ് അത്രയും പണം മാറ്റിയിട്ടുണ്ട്. ഇതാ എടുത്തോളൂ. അങ്ങ് ഇത് മുഴുവൻ കൊടുക്കുകയാണോ? യൂദാസ് ചോദിച്ചു. അതെ, അവസാനത്തെ ചില്ലി വരെ. എനിക്കതിലൊരു ചില്ലി പോലും വേണ്ട. ദൈവത്തിന് കൊടുക്കുന്ന കാഴ്ചകളും ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കാഴ്ചകളും നമുക്കുണ്ടല്ലോ. അത്യാവശ്യങ്ങൾക്ക് വേണ്ട പണം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. സ്നാപകന് വേണ്ടി ഈ പണം എടുത്തുകൊള്ളുക. അങ്ങനെ സന്തോഷമായിരിക്കുക. ഞാൻ സന്തോഷമായിരിക്കുന്നത് പോലെ. നാളെ നിങ്ങൾ കാരാഗ്രഹത്തിലേക്ക് പോകണം. 2 പേർ, ജോണും മത്യാസും. സൈമണും ജോസഫും ഏലിയാസിൻ്റെ അടുത്തേക്ക് പോകട്ടെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ നിങ്ങളെ പഠിപ്പിക്കും. ഏലിയാസിന് കാര്യങ്ങളറിയാം. കുറേ കഴിഞ്ഞ് ജോസഫും ലേവിയും തിരിച്ചു വരണം. 10 ദിവസത്തിനകം ജെറുസലേമിലെ മീൻ കച്ചവടക്കാരുടെ കവാടത്തിനടുത്ത് പ്രഭാതത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ആഹാരം കഴിച്ച് വിശ്രമിക്കാം. നാളെ പുലർച്ചയ്ക്ക് ഞാനും ശിഷ്യന്മാരും പോകും. തൽക്കാലം നിങ്ങളോട് പറയാൻ വേറൊന്നുമില്ല. പിന്നീട് ഞാൻ നിങ്ങളെ വിവരമറിയിക്കാം. ഇവിടെയെല്ലാം മങ്ങിമറിയുന്നു. ഈശോ അപ്പം എടുത്ത് മുറിക്കുകയാണ്.